കഴിഞ്ഞ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുചിത്വ ഭാരത് മിഷൻ എന്ന പദ്ധതി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ആ പദ്ധതിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ. എല്ലാ വീടുകളിലും, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ നിശ്ചയമായിട്ടും ഒരു ശൗചാലയം വേണം. ഗവൺമെൻറ് ഈ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ അനവധി കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ ഒരു കാരണം മാത്രം അല്പം വ്യത്യസ്തമാണ്. അതൊരു ക്രൈമാണ്. വെറും ഒരു ക്രൈമല്ല, ഇന്ത്യയെ നാണം കെടുത്തിയ, മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് നോക്കുവാനായിട്ട് കാരണമായൊരു ക്രൈം. നമ്മുടെ എറണാകുളത്ത് പോലും ആ സമയത്ത് നിരവധി സ്ത്രീകൾ ഈ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങിയിരുന്നു. ഈ കഥ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ശുചിത്വ ഭാരത് മിഷൻ എന്ന പ്രോഗ്രാം സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വസിക്കുന്നവർക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. മറ്റൊരു കാര്യം, വളരെയധികം ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞൊരു കഥയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. കഥയുടെ അവസാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ആ കൺക്ലൂഷൻ ഇവിടെ രേഖപ്പെടുത്തുകയും വേണം. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് അടിക്കണം. പിഞ്ച് മനസ്സാണ്, അല്ലെങ്കിൽ വേദനിക്കും. ഉത്തർപ്രദേശിലെ ബദായൂൺ ഡിസ്ട്രിക്റ്റിൽ ഷഹദത് ഗഞ്ച എന്നു പേരുള്ളൊരു പ്രദേശമുണ്ട്. അവിടെയുള്ളൊരു ചെറിയ ഗ്രാമമാണ് ഖത്ര. 2014 മെയ് 27, സമയം വൈകുന്നേരം ഒരു 8:30 മണിയായിട്ടുണ്ട്. ഖത്ര ഗ്രാമത്തിൽ താമസിക്കുന്ന 2 കുട്ടികളാണ് പത്മയും ലല്ലി ഷാക്കിയയും. അന്ന് രാത്രി അവർ പതിവ് പോലെ സമീപത്തുള്ളൊരു വയലിലേക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോവുകയാണ്. പത്മയും ലല്ലിയും കസിൻ സിസ്റ്റേഴ്സാണ്. അവരുടെ വീടുകളും തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൽ ഒരു കുട്ടിക്ക് 14 വയസ്സും മറ്റേ കുട്ടിക്ക് 15 വയസ്സുമാണ് പ്രായം. അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് അവർക്ക് വയൽ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നതിൻ്റെ കാരണം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. 2014 കാലഘട്ടത്തിൽ വടക്കേ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ ശൗചാലയം എന്നത് അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള വയലുകളെയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ വെറും 15 നിമിഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു വരേണ്ടതാണ്. എന്നാൽ അന്നേ ദിവസം അരമണിക്കൂറായിട്ടും ലല്ലിയും പത്നിയും മടങ്ങി വന്നില്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും താമസിക്കുന്നത് എന്നോർത്ത് അവരുടെ മാതാപിതാക്കൾ ആദ്യമൊന്നും ആശങ്കപ്പെട്ടില്ല. ഏതെങ്കിലും കൂട്ടുകാരികളെ കണ്ടു കാണും, അവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാവും. അല്പം കഴിഞ്ഞ് അവരിങ്ങ് മടങ്ങി വരും. അങ്ങനെയാണ് അവർ വിചാരിച്ചത്. അതുമാത്രമല്ല, ഈ 2 പേരുടെയും വീടുകൾ തൊട്ടടുത്താണ്. എന്താവശ്യമുണ്ടെങ്കിലും ലല്ലിയും പത്നിയും ഒരുമിച്ചാണ് പോകൂ. കൂടാതെ ഇത് അവരുടെ ഗ്രാമമാണ്, അതുകൊണ്ട് പേടിക്കുവാനായിട്ട് ഒന്നുമില്ല. ഇതൊക്കെയായിരുന്നു അവരുടെ ധൈര്യം. എന്നാൽ അവരുടെ ധൈര്യവും വിശ്വാസവും എല്ലാം സമയം മുൻപോട്ട് പോകും തോറും തകരുവാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടികൾ തിരിച്ചു വന്നില്ല. അതോടെ 2 കുട്ടികളുടെയും മാതാപിതാക്കൾ കുട്ടികളെ അന്വേഷിച്ച് ആ വയലിലേക്ക് പുറപ്പെട്ടു. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള വയലുകളെ 2ആയിട്ട് തിരിച്ചിരുന്നു. ഒന്ന് ആണുങ്ങൾക്ക് ഉപയോഗിക്കുവാനും മറ്റൊന്ന് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുവാനും. പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന വയലിലേക്ക് ആണുങ്ങൾ ആരും പോകാറില്ല. അതുകൊണ്ട് ഇതിലൊരു പെൺകുട്ടിയുടെ അമ്മ ആ വയലിലേക്ക് നടന്നു. എന്നിട്ട് ലല്ലിയുടെയും പത്നിയുടെയും പേര് ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ ആ അമ്മയുടെ വിളികൾക്ക് മറുവിളി കിട്ടിയില്ല. പരിപൂർണമായിട്ടുള്ള നിശബ്ദതയായിരുന്നു മറുപടി. അതോടെ തങ്ങളുടെ കുട്ടികൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഗ്രാമവാസികൾ സംഘടിച്ചു. അവർ കുട്ടികളെയും തിരഞ്ഞ് എല്ലാ ദിക്കിലേക്കും പാഞ്ഞു. ഒരു വലിയ സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെടുകയാണ്. അവിടെയുള്ളവർ കുട്ടികൾ കളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ അവരുടെ കൂട്ടുകാരികളുടെ വീടുകളിലും പോയിട്ട് പരിശോധിച്ചു. അവിടെയെങ്ങും അവരെ കണ്ടെത്തുവാനായില്ല. അർദ്ധരാത്രി വരെ ആ തെരച്ചിൽ നീണ്ടുപോയി. ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ മറ്റുള്ളവർ കുട്ടികളുടെ മാതാപിതാക്കളോട് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുവാനായിട്ട് നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം ഒരു കുട്ടിയുടെ പിതാവും മറ്റേ കുട്ടിയുടെ അമ്മാവനും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ അമ്മാവൻ്റെ പേര് സോഹൻലാൽ എന്നാണ്. എന്നാൽ ആ പോലീസ് സ്റ്റേഷനെ അവരെ കാത്തിരുന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു. തങ്ങളുടെ കുട്ടികളെ കാണുവാനില്ല എന്നറിഞ്ഞ് നെഞ്ചിൽ തീയുമായിട്ട് വന്ന ആ 2 പേരെയും അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ അപമാനിച്ചു വിടുകയാണ് ചെയ്തത്. ഈ പോലീസ് ഓഫീസർമാർ അവരെ പരിധി വിട്ട് അപമാനിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുട്ടികൾ ആരുടെയെങ്കിലും കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. നേരം വെളുക്കുമ്പോഴേക്കും അവർ തിരിച്ചു വരും. നേരം വെളുത്തിട്ടും വന്നില്ല എങ്കിൽ ആ സമയത്ത് പരാതിയുമായിട്ട് വരിക. ഞങ്ങൾ പരാതി സ്വീകരിക്കാം. അതിന് കാരണം ഈ പരാതി കൊടുക്കുവാനായിട്ട് വന്ന ആളുകൾ സാമ്പത്തികമായിട്ട് തീരെ താഴ്ന്നവരായിരുന്നു. മാത്രവുമല്ല, അവർ ദളിതരുമായിരുന്നു. ആ പോലീസുകാർ അവരുടെ വേഷത്തെയും നിറത്തെയും അങ്ങനെ തുടങ്ങി എല്ലാം ചൂണ്ടിക്കാട്ടി പരിഹസിച്ചു. അവരുടെ പരാതി സ്വീകരിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. നാളെ നേരം പുലർന്നിട്ട് വരുവാനായിട്ട് പറഞ്ഞ് അവരെ ആട്ടി ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ഈ സംഭവം നടക്കുമ്പോൾ സ്റ്റേഷനിൽ വന്ന കുട്ടിയുടെ പിതാവ് ഒരു പോലീസ് ഓഫീസറുടെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ, ഏതു വിധേനയും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരൂ. എന്നാൽ ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് ആ കാലുകൊണ്ട് അയാളെ ചവിട്ടി ദൂരേക്ക് എറിയുകയാണ്. അതോടെ അവർക്ക് മനസ്സിലായി, പോലീസിൽ നിന്നും തങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടില്ല. തങ്ങൾക്ക് സംരക്ഷണം തരേണ്ട പോലീസ് അത് തരാതെ ഇരിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയില്ല.
അവർ വേഗം തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി കുട്ടികൾക്ക് വേണ്ടി ഊർജിതമായിട്ടുള്ള അന്വേഷണം പുനരാരംഭിച്ചു. അന്ന് രാത്രി മുഴുവനും അവർ ആ കുട്ടികളെ തിരഞ്ഞു. പക്ഷേ കണ്ടുകിട്ടിയില്ല. അതിന്റെ അടുത്ത ദിവസം, അതായത് മെയ് 28-ാം തീയതി, ആ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരാൾ ഒരു കാഴ്ച കാണുകയാണ്. പത്മയും ലല്ലിയും ഒരു മാവിൻ തോട്ടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. ഈ കാഴ്ച കണ്ടതും ആ മനുഷ്യൻ തലേ രാത്രി മുഴുവനും കുട്ടികളെ തെരഞ്ഞുകൊണ്ടിരുന്ന ആ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ്. ഉടൻ തന്നെ ഗ്രാമവാസികളടക്കം എല്ലാവരും ആ മാവിൻ തോട്ടത്തിലേക്ക് പാഞ്ഞു. അവിടെ അവർ കണ്ട കാഴ്ച ഇതായിരുന്നു. ഒരു മാവിന്റെ ശിഖരത്തിൽ, ചെറുപ്പകാലം മുതലേ അവർ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരുന്ന അതേ മാവിന്റെ ശിഖരത്തിൽ ആ രണ്ട് പെൺകുട്ടികളും തൂങ്ങിയാടി നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് കുട്ടികളിൽ ഒരാളുടെ അമ്മ സംഭവ സ്ഥലത്ത് തന്നെ ബോധം കേട്ട് വീണു. മറ്റുള്ളവർ നിലവിളിച്ചു. തങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ തങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് അവരുടെ ഹൃദയം തകർന്നുപോയി. ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് പോലീസ് ഈ കേസിൽ ഇടപെടുന്നത്. 2 കുട്ടികൾ തൂങ്ങി മരിച്ചിരിക്കുന്നു. അവരുടെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടം ഇതാണ്. ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യ ആയിരിക്കുമോ? കൊലപാതകമാണെങ്കിൽ ആരായിരിക്കും കൊല ചെയ്തത്? മോട്ടീവ് ഓഫ് മർഡർ അത് എന്താണ്? ഈ ക്രൈമിൽ റേപ്പ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരം സാധ്യതകളെ വിശകലനം ചെയ്ത് അവർ ഈ ക്രൈമിനെ കുറിച്ച് പഠിക്കും തോറും മുറുകിയ കെട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വരും. ഒടുവിൽ കുറ്റവാളിയെ പിടിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അവർ ആ കേസ് പഠിക്കും തോറും ഓരോരോ കെട്ടുകളായിട്ട് അഴിഞ്ഞഴിഞ്ഞു വന്നു. ഒടുവിൽ കുറ്റവാളികളെ പിടികൂടി. അപ്പോൾ മുതലാണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. അഴിഞ്ഞുപോയ കെട്ടുകൾ വീണ്ടും വീണ്ടും മുറുകുവാൻ തുടങ്ങി. കേസ് അവസാനിപ്പിച്ചു എന്നവർ ആശ്വസിച്ച അതേ നിമിഷത്തിൽ അവർക്ക് കേസിന്റെ ആരംഭത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. അവിടെ അവരെയും കാത്ത് നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ നമ്മളെയും കാത്തിരിപ്പുണ്ട്. കാരണം ഈ കേസിൽ നിരവധി റിപ്പോർട്ടുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ റിപ്പോർട്ടും പരസ്പര വിരുദ്ധമായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു കേസ്, പോലീസിനെ സംബന്ധിച്ച് വെറും നിസ്സാരമായിട്ടുള്ള ഒരു കേസ്, എങ്ങനെയാണ് ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ പിന്നാലെയാണ് നമ്മൾ അലയുവാനായിട്ട് പോകുന്നതും. തൊട്ടു പിന്നാലെ ഈ കേസ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായി. നിരവധി പ്രൊട്ടസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ടു. വെൽക്കം ടു ഖത്ര മർഡേഴ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാം. ലല്ലിയുടെയും പത്മയുടെയും വീട്ടിൽ നിന്നും ഏകദേശം ഒരു 650 മീറ്റർ മാറിയാണ് ഈ മാവിൻ തോട്ടമുള്ളത്. അവിടെയാണ് കുട്ടികളുടെ ജനങ്ങൾ കാണപ്പെട്ടതും. 2 കുട്ടികൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നു എന്ന വാർത്തയറിഞ്ഞ ആ ഗ്രാമത്തിലുള്ള സകല ആളുകളും ആ സ്പോട്ടിലേക്ക് ഓടുകയാണ്. ജനങ്ങളുടെ ഈ കൂട്ടയോട്ടം നടക്കുന്നത് പോലീസ് സ്റ്റേഷന് മുൻപിലൂടെയാണ്. ഇത് ശ്രദ്ധിച്ച പോലീസുകാർ അവരോട് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവർ കാര്യം അറിയുന്നത്. പോലീസുകാരും ഞെട്ടിപ്പോയി. കാരണം അവരുടെ കൈവശവും വലിയൊരു പിടിപ്പേടുണ്ട്. തലേ രാത്രിയിൽ കുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുക്കുവാനായിട്ട് സ്റ്റേഷനിൽ എത്തിയതാണ്. ഇവർ ആ സമയത്ത് ആട്ടിപ്പായിച്ച് വിടുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ കുട്ടികൾ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസും പുറപ്പെട്ടു. പോലീസ് സ്പോട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആ മാവിൻ തോട്ടത്തിലും പരിസരത്തുമായിട്ട് വലിയൊരു കൂട്ടം ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. പ്രാഥമിക നടപടികളുടെ ഭാഗമായിട്ട് കുട്ടികളുടെ ജനങ്ങൾ താഴെ ഇറക്കുവാനായിട്ട് പോലീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ജനക്കൂട്ടം അതിന് സമ്മതിച്ചില്ല. ഈ കുട്ടികളെ ആരൊക്കെയോ ചേർന്ന് കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയിട്ട് കെട്ടിത്തൂക്കിയതാണെന്ന് അവർ ആരോപിച്ചു. ആ പ്രതികളെ പിടികൂടും വരെ ഇവരെ താഴെ ഇറക്കുവാനായിട്ട് തങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യാതൊരു അന്വേഷണവും ഈ കേസിൽ ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ ജനങ്ങൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് മാത്രമേ ഉള്ളൂ. എന്നാൽ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു അതൊരു ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണ്. ആരൊക്കെയോ ചേർന്ന് കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം മാവിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഈ കേസിൽ നിരവധി തിയറികളുണ്ടെന്ന്. ആ തിയറികൾ ആരംഭിക്കുന്നത് ഇവിടം മുതലാണ്. ഈ സമയത്തിനകം 2 തിയറികൾ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ തിയറി നമ്മൾ ഇതിനോടകം കണ്ടതാണ്. തിയറി നമ്പർ 1. തങ്ങളുടെ കുട്ടികൾ കാണാതായെന്ന് പറഞ്ഞ് കുട്ടികളുടെ മാതാപിതാക്കൾ അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. എന്നാൽ പോലീസുകാരാകട്ടെ അവരുടെ പരാതി സ്വീകരിക്കാതെ അവരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നു. തിയറി നമ്പർ 2. അന്ന് രാത്രിയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരാൾ ഒരു കാഴ്ച കണ്ടു. ഏതാനും ആളുകൾ ചേർന്ന് പത്മയെയും ലല്ലിയെയും ബലമായിട്ട് വലിച്ചുകൊണ്ടു പോകുന്നു. അയാൾ ഈ കാഴ്ച കണ്ട് അവരെ തടയുവാനായിട്ട് മുൻപോട്ട് ഓടി വന്നു. എന്നാൽ അവർ ആളെണ്ണത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് അവനെ തല്ലി ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ഈ മനുഷ്യൻ നേരെ ഓടി വന്ന പത്മയുടെയും ലല്ലിയുടെയും മാതാപിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞു. അതൊരു ചെറിയ ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. ഈ വാർത്ത അറിഞ്ഞതും കുട്ടികളുടെ മാതാപിതാക്കൾ ആ കിഡ്നാപ്പേഴ്സിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവിടെ അപ്പോൾ മൊത്തം 7 പേരുണ്ടായിരുന്നു. ആ 7 പേരും ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണ്. അതിൽ 2 പേർ പോലീസ് കോൺസ്റ്റബിൾമാരാണ്. പത്മയും ലല്ലിയും എവിടെയാണ്? ഞങ്ങൾക്ക് അവരെ വിട്ടുതരുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു.
അതിനായി 7 പേരും കൊടുത്ത മറുപടി ഇതായിരുന്നു: ഞങ്ങൾ തന്നെയാണ് ആ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയുമോ അത് ചെയ്തോ. കുട്ടികളെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് കുട്ടിയുടെ അമ്മാവനായ സോഹൻലാലും മറ്റൊരു കുട്ടിയുടെ പിതാവും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ പരാതി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത്. ഇതൊരു ന്യൂസ് സോഴ്സിൽ നിന്നുമുള്ള ഇൻഫർമേഷനാണ്. ഇതാണ് തിയറി നമ്പർ 2. ഇത്രയും കാര്യങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ആ 7 പേർ അവരാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തി അടുത്തടുത്തായിട്ടൊരു മാവിൽ കെട്ടിത്തൂക്കിയത്. പ്രതികൾ നിങ്ങളുടെ കൺമുൻപിലുണ്ട്. അവരെക്കുറിച്ചുള്ള എല്ലാ സൂചനകളും ഞങ്ങൾ തന്നു കഴിഞ്ഞു. അവരെ പിടികൂടിയാൽ മാത്രമാണ് ഈ ജനങ്ങൾ താഴെ ഇറക്കുവാനായിട്ട് ഞങ്ങൾ അനുവദിക്കൂ. ഇതായിരുന്നു അവർ മുൻപോട്ട് വെച്ച ആവശ്യം. എന്നാൽ പോലീസ് വളരെ നയപരമായിട്ട് ആ ജനങ്ങളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി: നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, എന്നാൽ നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ആ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയില്ല. അതിനാവശ്യമായിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ജഡങ്ങൾ മരത്തിൽ നിന്നും ഇറക്കി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയൂ. എന്തായാലും ഒരു കലാപത്തിന്റെ വക്കിൽ നിന്ന് ആ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഈ പോലീസുകാർക്ക് സാധിച്ചു. ഒടുവിൽ അവർ കുട്ടികളുടെ ജഡങ്ങൾ നിലത്തിറക്കുവാനായിട്ട് സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കും മുൻപായിട്ട് 2 തിയറികൾ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സമയം കളയാതെ പോലീസ് പത്മയുടെയും ലല്ലിയുടെയും ജഡങ്ങൾ താഴെ ഇറക്കി. എന്നിട്ട് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. തൊട്ടു പിന്നാലെ ക്രൈം സ്പോട്ടിൽ നിന്നും വിരലടയാളങ്ങളും അതുപോലെ ഹെയർ സാമ്പിൾസും ശേഖരിക്കുവാനായിട്ട് ഫോറൻസിക് ടീമിനെ വിവരം അറിയിച്ചു. വൈകാതെ ഫോറൻസിക് ടീം സംഭവ സ്ഥലത്ത് വന്ന് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ അവരുടെ അന്വേഷണത്തിലും യാതൊന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതേ സമയത്ത് പത്മയുടെയും ലല്ലിയുടെയും കുടുംബാംഗങ്ങളും അതുപോലെ ആ ഗ്രാമത്തിലുള്ള മറ്റുള്ളവരും വലിയ പ്രക്ഷോഭവുമായിട്ട് മുൻപോട്ട് വന്നു. അവർ ഹുസൈൻഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പോലീസ് ഓഫീസർമാർ ഈ കേസിനെ പറ്റിയുള്ള സകല വിവരങ്ങളും ബദായൂൺ ഡിസ്ട്രിക്റ്റിലെ എസ്.പിനെ അറിയിക്കുകയാണ്. ഹുസൈൻഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ് ഷഹദത്ഗഞ്ച് എന്ന പ്രദേശവും അതുപോലെ ഖത്ര ഗ്രാമവും. സാധാരണഗതിയിൽ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. കാരണം അവരുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ പ്രദേശമെല്ലാം. എന്നാൽ അതേ പോലീസിൽ നിന്നുമാണ് അവർക്ക് കഴിഞ്ഞ രാത്രിയിൽ അനീതി നേരിട്ടതും. അതുകൊണ്ട് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ എസ്.പി നേരിട്ട് അന്വേഷണത്തിനിറങ്ങി. ഹുസൈൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ ഏതാനും ഉദ്യോഗസ്ഥരെയും തന്റെ ടീമിൽ അദ്ദേഹം കൂട്ടി. അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇതാണ്: കുട്ടികൾ കാണാതായ ആ രാത്രിയിൽ ആ വയലിന്റെ സമീപത്ത് താമസിച്ചിരുന്ന ചില വീടുകളിലെ ആളുകൾ ഒരു നിലവിളി ശബ്ദം കേട്ടിരുന്നു. അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. മാത്രവുമല്ല, മുൻപ് പറഞ്ഞ ഐ വിറ്റ്നസ്, അതായത് കുട്ടികളെ ബലമായിട്ട് ഏതാനും പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് താൻ കണ്ടു എന്ന് പറഞ്ഞയാൾ, അയാൾ നേരെ മുൻപോട്ട് വന്ന് പോലീസിനോട് ഇക്കാര്യം വീണ്ടും പറഞ്ഞു. ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അന്ന് രാത്രിയിൽ കുട്ടികളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇനി ഈ കേസിൽ റേപ്പ് ആൻഡ് മർഡർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. പത്മയെയും ലല്ലിയെയും കണ്ടെത്തിയതിന്റെ പിറ്റേ ദിവസം, അതായത് മെയ് 29-ാം തീയതി അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. ഗ്രാമവാസികൾ എന്താണോ സംശയിച്ചത് അവരുടെ ആ സംശയത്തെ ശരിവെക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ആരൊക്കെയോ ചേർന്ന് 2 കുട്ടികളെയും ഗ്യാങ് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെ ജീവനോടെയാണ് മരത്തിൽ കെട്ടിത്തൂക്കിയത്. കയറിൽ തൂങ്ങി ശ്വാസം മുട്ടിയാണ് ഇരുവരും മരിച്ചത്. അതോടെ ഒറ്റ രാത്രി കൊണ്ട് ഈ കേസ് സെൻസേഷനലായിട്ട് മാറുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നും ഇന്ത്യ മുഴുവനും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപിച്ചു. ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അതോടെ പ്രൈം മിനിസ്റ്റർ തൊട്ട് താഴേക്കുള്ളവർ ഈ കേസിൽ ഇടപെട്ടു. പോലീസിന്റെ മേൽ വലിയ സമ്മർദ്ദമായി. ഇതോടെ പോലീസും മരയും തലയും മുറുക്കി കുറ്റവാളികളെ കണ്ടെത്തുവാനായിട്ട് ആ ഗ്രാമമാകെ അരിച്ചു പെറുക്കി. ഗ്രാമവാസികൾ കൊടുത്ത ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ഒരാളുടെ പേര് അവധേഷ് യാദവ് എന്നാണ്. അടുത്തയാളുടെ പേര് സർവേഷ് യാദവ്. ഇയാൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഈ 2 പേരെയും ചോദ്യം ചെയ്തപ്പോൾ ഈ ക്രൈമിൽ വേറെയും 5 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. പോലീസ് അവർക്ക് വേണ്ടി വലവിശി തിരയുവാൻ ആരംഭിച്ചു. അതേ സമയത്ത് മറുവശത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഓരോ നിമിഷം കഴിയും തോറും വർദ്ധിച്ചു വന്നു. നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വന്നു. എത്രയും വേഗം എല്ലാ കുറ്റവാളികളെയും കണ്ടെത്തി അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. 2014 മെയ് 31-ന് വിവിധ സംഘടനകളിലെ നിരവധി ആളുകൾ ചേർന്ന് ഉത്തർപ്രദേശ് ഭവൻ എന്ന ഗവൺമെന്റ് സ്ഥാപനത്തിന് മുൻപിൽ തടിച്ചുകൂടി വലിയ പ്രതിഷേധം നടത്തി. അതേ സമയത്ത് നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ബാംഗ്ലൂരിലെ കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. അതിന്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും എത്തി. എറണാകുളത്ത് സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭം അതായിരുന്നു. ഇതും കൂടാതെ UN-ഉം അതുപോലെ ഇന്റർനാഷണൽ മാധ്യമങ്ങളും അവരുടെ എതിർപ്പ് അറിയിച്ചു. അങ്ങനെ നേഷൻ വൈഡ് ഈ വാർത്ത പ്രചരിക്കുകയാണ്. അന്നേ ദിവസം, അതായത് മെയ് 31-ാം തീയതി മിച്ചമുണ്ടായിരുന്ന 5 പ്രതികളെ കൂടി പോലീസ് പിടികൂടി. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഈ കേസിൽ 7 പേർ പിടിയിലാവുകയാണ്. അവരുടെ പേരുകൾ ഇതൊക്കെയാണ്:
പപ്പു യാദവ്, അവധേഷ് യാദവ്, ഉർവേഷ് യാദവ്. ഈ 3 പേര് സഹോദരങ്ങളാണ്. മറ്റ് 2 ആളുകളുടെ പേരുകൾ ഇതാണ്: ഛത്രപാൽ യാദവ്, സർവേഷ് യാദവ്. ഇവർ 2 പേരും പോലീസ് കോൺസ്റ്റബിൾമാരാണ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവർ എല്ലാവരും യാദവ എന്ന സമുദായത്തിൽപ്പെട്ടവരാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുവാനുണ്ടാവും. 7 പേരെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് 5 പേരുടെ പേരുകൾ മാത്രം പറഞ്ഞത്? മിച്ചമുള്ള 2 പേരുടെ പേരുകൾ അത് എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമില്ല. അതാണ് സത്യം. അവരുടെ പേരുകൾ ഇന്നേ വരെ വെളിപ്പെടുത്തിയിട്ടില്ല. അവർ ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണെന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളൂ. ഇന്റർനാഷണൽ ലെവലിൽ വരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഈ കേസിൽ 2 കുറ്റവാളികളുടെ പേരുകൾ മറച്ചു വയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ഒന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നാവുന്ന ഒരു എന്തോ ഒന്ന്. പിടിയിലായ 7 കുറ്റവാളികളെയും പോലീസ് ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്തു. അതിൽ നിന്നും പുറത്തു വന്ന സത്യം ഇതായിരുന്നു: ഇതുവരെയും പേര് വെളിപ്പെടുത്താത്ത ആ 2 പേരാണ് ലല്ലിയെയും പത്മയെയും കൂട്ടബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയത്. ബാക്കിയുള്ള 5 പേരും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. ഒടുവിൽ കുറ്റവാളികളെ പിടികൂടിയിരിക്കുന്നു. അവർ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കേസ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് ബാക്കിയുള്ളവർ വിചാരിച്ചത്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടികൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയവർ. എന്നാൽ അവിടെയാണ് തെറ്റിയതും. കേസ് അവസാനിച്ചു എന്ന് എല്ലാവരും ഒരുപോലെ വിചാരിച്ച ഈ പോയിന്റിൽ വെച്ചാണ് ഈ കേസിന്റെ ആരംഭം. ലല്ലിക്കും പത്മയ്ക്കും നീതി കിട്ടിയെന്ന് എല്ലാവരും ആശ്വസിച്ച സമയത്ത് ഖത്തറിയിലെ ഗ്രാമവാസികൾ മറ്റൊരു സമരവുമായിട്ട് മുൻപോട്ട് വന്നു. അവരുടെ ആവശ്യം ഇതായിരുന്നു: ഹുസൈൻഗഞ്ച് പോലീസ് ഈ കേസ് അന്വേഷിക്കരുത്. അവരുടെ അന്വേഷണം ശരിയല്ല, അത് പക്ഷപാതിത്വപരമായിട്ടാണ്. കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കുവാനല്ല അവർ നോക്കുന്നത്, മറിച്ച് രക്ഷിക്കുവാനാണ്. അവരങ്ങനെ പറയുവാനായിട്ട് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഇതാണ്: കുട്ടികൾ കാണാതായ ദിവസം പരാതിയുമായിട്ട് അവരുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. എന്നാൽ ആ പരാതി അവർ സ്വീകരിച്ചില്ല. രണ്ടാമത്തെ കാരണം ഇതാണ്: ഇപ്പോൾ പിടിയിലായ പ്രതികളിൽ 2 പേർ പോലീസ് കോൺസ്റ്റബിൾമാരാണ്. അവരെ രക്ഷിക്കുവാനായിട്ട് പോലീസ് ഏതറ്റവും പോവും. ഹുസൈൻഗഞ്ച് പോലീസ് ഈ കേസ് തലകീഴായിട്ട് മറിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് CBI ഈ കേസ് അന്വേഷിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഖത്ര ഗ്രാമവാസികളുടെ ഈ ആരോപണത്തിൽ അല്പം കഴമ്പുണ്ടെന്ന് മറ്റുള്ളവർക്കും തോന്നി. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ മനുഷ്യാവകാശ സംഘടനകൾക്കും. അവരും ഈ ആവശ്യവുമായിട്ട് മുൻപോട്ട് വന്നു. കേസ് CBIനെ ഏൽപ്പിക്കണം. UP ഗവൺമെന്റും ഈ കാര്യം ഗൗരവമായിട്ട് ചിന്തിച്ചു. ഇതുവരെ ഉണ്ടായ സംഭവം എടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ധാരാളം അലക്ഷ്യമുണ്ടായിട്ടുണ്ട്. 1. ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞിട്ടും അവർ കാണിച്ച അലംഭാവം അല്ലെങ്കിൽ നിസ്സംഗത. 2. ജാതീയമായിട്ടുള്ള വിവേചനം. മാത്രവുമല്ല, പൊതുജനങ്ങളും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും. അതുകൊണ്ട് UP ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. 2014 ജൂൺ 20-ാം തീയതി ഈ കേസ് CBIക്ക് കൈമാറി. അങ്ങനെ CBI ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരികയാണ്. അവർ ഒരു ടീം തയ്യാറാക്കി. ഏകദേശം 20 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു അത്. അതിൽ ഫോറൻസിക് എക്സ്പെർട്ടുകളും ഉൾപ്പെടും. എന്നാൽ ഇവിടെയാണ് പത്മയ്ക്കും ലല്ലിക്കും വലിയൊരു അനീതി സംഭവിച്ചത്. CBIയുടെ അന്വേഷണം ആരും വിചാരിച്ച രീതിയിലായിരുന്നില്ല. ഇപ്പോൾ പോലീസ് പിടികൂടിയ ഈ കുറ്റവാളികൾ അവർ കുറ്റം ചെയ്തോ എന്നുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതിന് പകരം അവർ നിരപരാധികളാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള തെളിവുകളായിരുന്നു CBI തേടിയത്. CBIയുടെ കറപ്റ്റഡ് ആയിട്ടുള്ള കൈകൾ ആദ്യം പതിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. പത്മയുടെയും ലല്ലിയുടെയും പോസ്റ്റ്മോർട്ടം നടന്നത് മെയ് 29, 2014 ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അവർ ചോദ്യം ചെയ്തു. സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പകൽ സമയത്തായിരിക്കും. കാരണം കൃത്യത നഷ്ടപ്പെടാതിരിക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. രാത്രി സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല. എന്നാൽ 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് തെറ്റുവരുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് CBI ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, അവർ മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചു. ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് പുഷ്പലത പന്ത് എന്ന ഡോക്ടറാണ്. ഇവർക്കാകട്ടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുമല്ല. മാത്രവുമല്ല, ഇതിനു മുൻപ് റേപ്പ് കേസുകളൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുമില്ല. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അതും പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ചുകൊണ്ട് പകൽ ചെയ്യേണ്ട ജോലി രാത്രിയിൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിവായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധ്യമേ അല്ല എന്ന് CBI തീരുമാനിച്ചു. എന്നാൽ ഈ മെഡിക്കൽ റൂളിന് മറ്റൊരു വശം കൂടിയുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനവും അതുപോലെ മതിയായിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ രാത്രിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യാം. എന്നാൽ ഡോക്ടർ പുഷ്പലത പന്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് വിദഗ്ധയല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി അവർ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. പിന്നീട് ഈ ഡോക്ടറും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. പോലീസുകാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് തിടുക്കപ്പെട്ട അന്ന് അവർ ആ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ CBIയുടെ അന്വേഷണത്തിൽ ഈ കേസ് തലകീഴായിട്ട് മറിയുകയാണ്. കുട്ടികളുടെ ശരീരത്തിൽ കണ്ടെത്തിയ DNA സാമ്പിളുകളും മറ്റും പ്രതികളുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഈ കേസ് 1 മുതൽ ആരംഭിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഖത്ര ഗ്രാമത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. കുട്ടികളുടെ മാതാപിതാക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടും അതുപോലെ അവിടെയുള്ള ജനങ്ങളോടുമെല്ലാം പത്മയുടെയും ലല്ലിയുടെയും സ്വഭാവത്തെപ്പറ്റി അവർ അന്വേഷിച്ചു. അവരുടെ ആക്ടിവിറ്റികൾ എന്താണെന്ന് തിരക്കി.
ഈ അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ CBI പത്മയുടെയും ലല്ലിയുടെയും വീടുകളിൽ എത്തുകയാണ്. എന്നിട്ട് ആ വീടാകെ സെർച്ച് ചെയ്തു. ആ തിരച്ചിലിൽ അവർ ഒരു കാര്യം കണ്ടുപിടിച്ചു. പത്മയുടെ വീടിന്റെ മൂലയിലായിട്ട് തകർന്ന ഒരു മൊബൈൽ ഫോൺ എടുത്തു വെച്ചിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. ഈ ഫോൺ ആരുടെയാണെന്ന് അവർ ചോദിച്ചു. അതിന് ആ വീട്ടുകാർ കൊടുത്ത മറുപടി ഇതാണ്: ഇത് പത്മയുടെ മൊബൈൽ ഫോണാണ്. ആ ഫോൺ കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തു വെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ CBI ആ ഫോണ് ഒരു എവിഡൻസ് ആയിട്ട് എടുത്തു. എന്നിട്ട് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി മുകളിലേക്ക് അയച്ചു. ആ ഫോണിലുണ്ടായിരുന്ന ഡാറ്റകൾ അവർ വീണ്ടെടുത്തു. ആ ഡാറ്റകൾ പരിശോധിച്ചപ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം അവർക്ക് മുൻപിൽ തെളിഞ്ഞു വരികയാണ്. ആ ഫോണിൽ നിന്നും ഒരേ ഒരു നമ്പറിലേക്ക് നിരവധി തവണ ഇൻകമിംഗ് കോളുകളും അതുപോലെ ഔട്ട് ഗോയിങ് കോളുകളും പോയിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിന്റെ ഉള്ളിൽ ആ ഫോണിന്റെ ഉടമസ്ഥനുമായിട്ട് പത്മ ഏകദേശം 400ഓളം തവണ സംസാരിച്ചിട്ടുണ്ട്. ആ നമ്പറിന്റെ ഉടമ ആരാണെന്ന് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് അടുത്ത ഞെട്ടിക്കുന്ന കണ്ടെത്തലുണ്ടായത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളിൽ പ്രധാനിയായിട്ടുള്ള പപ്പു യാദവിന്റെ ആയിരുന്നു ആ നമ്പർ. അപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പപ്പു യാദവിനെ നേരെ പോയിട്ട് CBI കാണുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അയാളെ ചോദ്യം ചെയ്തു. അതിന് അയാൾ കൊടുത്ത മറുപടി മറ്റൊന്നായിരുന്നു. അതാകട്ടെ ഈ കേസിനെ വീണ്ടും തലകീഴായിട്ട് മറിച്ചു. പപ്പു യാദവ് CBIയോട് പറഞ്ഞ കഥ ഇതാണ്: കഴിഞ്ഞ 6 മാസമായിട്ട് മൂത്ത കുട്ടിയായ പത്മയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അടിക്കടി ഫോൺ കോളുകൾ ചെയ്യുമായിരുന്നു. മാത്രവുമല്ല പതിവായിട്ട് കണ്ടുമുട്ടുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇളയ കുട്ടിയായിട്ടുള്ള ലല്ലിക്കും അറിയാം. പപ്പുവെ കാണുവാൻ പോകുമ്പോഴെല്ലാം തന്റെ സഹോദരി ലല്ലിയെയും കൂട്ടിക്കൊണ്ടാണ് പത്മ പോകാറുള്ളത്. അന്ന് രാത്രിയിൽ സംഭവിച്ചത് അതുതന്നെയായിരുന്നു. പതിവ് പോലെ പപ്പുവിനെ കാണുവാനായിട്ട് പത്മ തന്റെ അനുജത്തിയായ ലല്ലിയെയും കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പുറപ്പെട്ടു. സാധാരണഗതിയിൽ പത്മയും പപ്പുവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ലല്ലി അല്പം മാറിയിരിക്കും. അതാണ് പതിവ്. എന്നാൽ അന്ന് രാത്രി മറ്റൊരു കാര്യം സംഭവിച്ചു. ഈ 2 യുവമിഥുനങ്ങൾ ഇടപഴകിയിരിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള മറ്റൊരാൾ കണ്ടു. അതും മറ്റാരുമായിരുന്നില്ല, ഈ കുട്ടികളുടെ അമ്മാവനായ നസ്രു ആയിരുന്നു. ഈ കേസിൽ മുൻപേ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നസ്രു. കഥയുടെ ആരംഭത്തിൽ ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. ഏതാനും ആളുകൾ ചേർന്ന് ഈ 2 പെൺകുട്ടികളെയും വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് താൻ കണ്ടുവെന്ന് ഒരാൾ പറഞ്ഞത്. ആ കഥ പറഞ്ഞത് ഈ നസ്രു ആണ്. പപ്പു യാദവ് CBIയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നസ്രു ഈ കാഴ്ച കണ്ടതും ഈ 2 പെൺകുട്ടികളും വല്ലാതെ ഭയപ്പെട്ടു. അയാൾ വേഗം പോയിട്ട് ഈ കാര്യം തങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുമെന്നോർത്തായിരുന്നു അവരുടെ ഭയം. ആ സമയത്ത് പപ്പു അവരെ ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി: ഒന്നും പേടിക്കണ്ട, നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊള്ളാം. ഇപ്പോൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോവുക. അങ്ങനെ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം പപ്പുവും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ പപ്പു യാദവ് മറ്റൊരു കാര്യം അറിയുകയാണ്. ആ 2 പെൺകുട്ടികളെയും കാണുവാനില്ല. ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ തിരയുകയാണ്. തന്റെ കാമുകിക്കും അവളുടെ അനുജത്തിക്കും എന്തു സംഭവിച്ചു എന്നോർത്ത് അവനും ആശങ്കയായി. അവനും അവരുടെ കൂടെ ഇറങ്ങി തിരയുവാൻ തുടങ്ങി. താൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി അയച്ച ശേഷം പിന്നീട് അവർക്ക് എന്തു സംഭവിച്ചു എന്ന് തനിക്കറിയില്ല എന്ന് പപ്പു CBIയോട് പറഞ്ഞു. ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ പപ്പു യാദവ് പറയുന്നതാണ് ശരിയെന്ന് കരുതുക. അപ്പോൾ നസ്രു പറഞ്ഞത് വെറും കള്ളമായിട്ട് വരും. അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കണം ഹുസൈൻഗഞ്ച് പോലീസിന് മുൻപിൽ അവൻ ആ കള്ളസാക്ഷ്യം കൊടുത്തത്? ഇതിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് നുണ പറയുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. യഥാർത്ഥ കുറ്റവാളി പപ്പു ആയിരിക്കുമോ അതോ നസ്രു ആയിരിക്കുമോ? അത് കണ്ടുപിടിക്കുവാനായിട്ട് CBI ഒരു കാര്യം തീരുമാനിച്ചു: എല്ലാവരെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കുക. അങ്ങനെ CBI എല്ലാവരെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. നസ്രുവിനെയും പപ്പു യാദവിനെയും മാത്രമല്ല, നിലവിൽ പിടിയിലായിട്ടുള്ള എല്ലാ കുറ്റവാളികളെയും അതോടൊപ്പം കുട്ടികളുടെ കുടുംബാംഗങ്ങളെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ ആ 7 പ്രതികളും ഇതുവരെ പറഞ്ഞിരുന്ന കഥകളെല്ലാം നുണയാണ്. അതായത് അവരെല്ലാവരും നിരപരാധിയാണ്. ചുരുക്കി പറഞ്ഞാൽ പോളിഗ്രാഫ് ടെസ്റ്റിൽ അവർ വിജയിച്ചിരിക്കുന്നു. എന്നാൽ CBIയുടെ നുണ പരിശോധനയിൽ പരാജയപ്പെട്ടു പോയ 2 കൂട്ടർ വേറെയുണ്ട്. ഒന്ന് നസ്രുവും മറ്റൊന്ന് ഇരകളുടെ കുടുംബാംഗങ്ങളും. കുട്ടികളെ ഏതാനും പേർ ചേർന്ന് പിടിച്ചു വലിച്ചുകൊണ്ടു പോകുന്നത് താൻ കണ്ടുവെന്ന് പറഞ്ഞ നസ്രുവിന്റെ അവകാശവാദം നുണയാണെന്ന് തെളിഞ്ഞു. അതുപോലെ പത്മയുടെയും ലല്ലിയുടെയും ഫാമിലി മെമ്പേഴ്സിൽ നടത്തിയ പോളിഗ്രാഫ് ടെസ്റ്റിലും ചില വേരിയേഷൻസ് കാണപ്പെട്ടു. അതായത് ഇരകളുടെ ഫാമിലി മെമ്പേഴ്സും പറയുന്നത് നുണയാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഒരു സാധാരണ കുട്ടിക്ക് പോലും തോന്നാവുന്ന ഒരു സംശയം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. പപ്പു യാദവ് പറയുന്നത് ശരിയാണെന്നിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നസ്രു പറയുന്നത് കള്ളമാണെന്ന് വരും. അതവിടെ നിൽക്കട്ടെ. നസ്രു ഈ കുട്ടികളുടെ ഒരു റിലേഷൻ മാത്രമാണല്ലോ. എന്നാൽ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഈ കാര്യത്തിൽ നുണ പറയേണ്ട ആവശ്യം എന്താണ്? പത്മയുടെയും ലല്ലിയുടെയും മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞ കാര്യം ഇത് മാത്രമാണ്: തങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ മെയ് 27-ാം തീയതി കാണാതായി. അതിലുപരി മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. എന്നാൽ CBI വിട്ടില്ല. അവർക്കൊരു സംശയം തോന്നി, ഒരുപക്ഷെ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ കൊലയിൽ പങ്കുണ്ടോ എന്ന്. എന്നാൽ ആ സംശയവും പോളിഗ്രാഫ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. കുട്ടികളുടെ ബന്ധുവായ നസ്രുവിനും അതുപോലെ കുട്ടികളുടെ മാതാപിതാക്കൾക്കും അവരുടെ കൊലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് തെളിഞ്ഞു.
മാത്രവുമല്ല, മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം സംഭവിച്ചു. മുൻപ് ഹുസൈൻഗഞ്ച് പോലീസ് പിടികൂടിയ 7 പ്രതികളിൽ 2 പേർ തങ്ങളാണ് കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് എന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. എന്നാൽ CBIയുടെ 2ാം ഘട്ട വിചാരണയിൽ ആ പോളിഗ്രാഫ് ടെസ്റ്റിൽ അവർ നിരപരാധികളാണെന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെയും അടുത്ത ചോദ്യം ഉയരുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ നിരപരാധികളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആദ്യം കുറ്റസമ്മതം നടത്തിയത്? പോളിഗ്രാഫ് ടെസ്റ്റിൽ CBI എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ? ചില മുഖങ്ങൾ രക്ഷിക്കുവാനായിട്ട്, അതുപോലെ മനഃപൂർവ്വം ആരെയെങ്കിലും കരിവാരി തേക്കുവാനായിട്ട് അവർ മുൻപും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ കേസിൽ ഉയർന്നു വരുന്നത്. CBIയുടെ പുതിയ കണ്ടെത്തൽ പോലും നമ്മളെ ഞെട്ടിക്കും. ഡോക്ടർ പുഷ്പലതാ പന്ത് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു 2 കുട്ടികളും ക്രൂരമായിട്ട് കൂട്ട ബലാത്സംഗത്തിനിരയായിരുന്നുവെന്ന്. എന്നാൽ അവരുടെ ആ റിപ്പോർട്ട് CBI മനഃപൂർവ്വം അവഗണിച്ചു. അതിനുശേഷം അവർ കുട്ടികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെടുത്ത് DNA പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയുടെ റിസൾട്ടും പ്രതികൾക്ക് അനുകൂലമായിരുന്നു. അവരുടെ ആരുടെയും DNA ആ വസ്ത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുട്ടികളുടെ മാതാപിതാക്കൾ മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. CBI DNA പരിശോധനയ്ക്ക് അയച്ചത് മറ്റേതോ വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങൾ തങ്ങളുടെ കുട്ടികളുടെ അല്ല. വസ്ത്രം ഒന്ന് മാറിയാൽ മതി, തെളിവുകൾ ഈ കേസിൽ മാറി മറിയും. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ 2 പേരും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് CBI അനുമാനിച്ചു. പിന്നെ അടുത്ത ചോദ്യം അവരുടെ മുൻപിൽ ഉയരുകയാണ്. കോസ് ഓഫ് ഡെത്ത്, എന്താണ് മരണകാരണം? അതിനു വേണ്ടിയിട്ട് അവരുടെ ജഡങ്ങൾ വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. 2014 ജൂലൈ മാസം അവർക്കതിനുള്ള അനുമതിയും കിട്ടി. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം നടന്നില്ല. കാരണം പ്രകൃതി പോലും അവർക്ക് എതിരായിരുന്നു. ആ സമയത്ത് ഗംഗാ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും 2 കരകളിലേക്കും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും ചെയ്തു. ആ വെള്ളപ്പൊക്കം ഗംഗയുടെ തീരത്ത് അടക്കം ചെയ്ത ശ്മശാനങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമാക്കി. എല്ലാം ഒരേ നിരപ്പിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഈ കുട്ടികളെ എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. സെക്കൻഡ് പോസ്റ്റ്മോർട്ടം നടപ്പില്ല എന്നുറപ്പായപ്പോൾ CBI മറ്റൊരു അനുമാനത്തിൽ എത്തുകയാണ്. നമുക്കൊക്കെ വളരെ പുച്ഛം തോന്നുന്നൊരു കഥയാണ് അവർ മെനഞ്ഞുണ്ടാക്കിയത്. കുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. അവരെ ആരെങ്കിലും കൊലപ്പെടുത്തിയോ എന്ന് തെളിയിക്കുവാനായിട്ട് അവരുടെ ജഡങ്ങൾ വീണ്ടെടുക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പിടികൂടിയ കുറ്റവാളികൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നടന്നിരിക്കുവാനുള്ള സാധ്യത ഇതാണ്: അവർ സ്വയം ആത്മഹത്യ ചെയ്തതാണ്. ഒടുവിൽ തങ്ങളുടെ കണ്ടെത്തൽ ബദായൂൺ കോടതിയിൽ CBI സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ കേസ് വിശദമായിട്ട് പഠിച്ച ശേഷം ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. ലല്ലിയെയും പത്മയെയും ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി എന്നതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ 7 കുറ്റവാളികളും നിരപരാധികളാണ്. തുടർന്ന് അവരെ നിരുപാധികം വിട്ടയച്ചു. എന്നാൽ കുട്ടികളുടെ മാതാപിതാക്കൾ കോടതിയുടെ ഈ വിധിയെയും CBIയുടെ കണ്ടെത്തലിനെയും വളരെ ശക്തമായിട്ട് എതിർത്തു. തങ്ങളുടെ മകൾക്ക് പപ്പു യാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവരുടെ വാദങ്ങളൊന്നും കോടതിയിൽ വിലപ്പോയില്ല. അതോടെ അവർ അടുത്ത നടപടിയിലേക്ക് കടന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോക്സോ കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. കാരണം പപ്പു യാദവ് പറഞ്ഞത് തൻ്റെ കാമുകിയാണ് പത്മ എന്നാണ്. പത്മയ്ക്കാകട്ടെ വെറും 15 വയസ്സേ പ്രായമുള്ളൂ. അതുകൊണ്ട് ഇത് പോക്സോയുടെ കീഴിൽ വരുന്ന കേസാണ്. 2014 അവസാനം ഡിസംബർ മാസമാണ് ഈ കേസ് പോക്സോ കോർട്ടിൽ എത്തുന്നത്. ഉടൻ തന്നെ പോക്സോ കോർട്ട് ഈ കേസ് ഏറ്റെടുക്കുകയാണ്. കോടതി CBIക്ക് ഒരു ഉത്തരവിട്ടു. എത്രയും വേഗം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും കോടതിയിൽ ഹാജരാക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ CBI ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം 2 പെൺകുട്ടികളുടെ മരണകാരണം ആത്മഹത്യയാണെന്ന് അവർ പറഞ്ഞു. അതേസമയത്ത് പത്മയുടെയും ലല്ലിയുടെയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. അവർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച വക്കീൽ കേസ് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: CBIയുടെ അന്വേഷണം ഒരിക്കലും പൂർണ്ണമല്ല. അവർ പക്ഷപാതിത്വപരമായിട്ടാണ് ഈ കേസിനെ കൈകാര്യം ചെയ്തത്. ആരെയൊക്കെയോ രക്ഷിക്കുവാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ആർക്കും മനസ്സിലാവും. മാത്രവുമല്ല, CBI കോടതിയിൽ ഹാജരാക്കിയ എവിഡൻസുകളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഫിസിക്കൽ എവിഡൻസുകൾ യാതൊന്നുമില്ല. പ്രധാനമായിട്ടും ഇത്തരം കേസുകളിൽ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. എന്നാൽ ഇവിടെ അത് കാണുന്നുമില്ല. കോസ് ഓഫ് ഡെത്ത്, അതായത് മരണകാരണം പോലും കണ്ടുപിടിക്കുവാൻ കഴിയാതെ കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് CBI പറയുന്നത് ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് കഴിയില്ല. ഈ ആർഗ്യുമെന്റ് ശരിക്കും പഠിച്ച ജഡ്ജിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടു: CBIയുടെ അന്വേഷണം എല്ലാ തുറകളിലേക്കും നീണ്ടിട്ടില്ല. അവർ അന്വേഷണത്തെ ചുരുക്കുകയായിരുന്നു, ആരെയോ രക്ഷിക്കുവാൻ എന്ന പോലെ. 2015 ഒക്ടോബർ മാസം കോടതി CBIയുടെ കണ്ടെത്തലുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. തൊട്ടു പിന്നാലെ മറ്റൊരു ഓർഡറും പുറപ്പെടുവിച്ചു. ഈ കേസിലെ പ്രധാന പ്രതിയായ പപ്പു യാദവിനെ എത്രയും വേഗം പിടികൂടി കോടതിയിൽ കൊണ്ടുവരണം. കോടതിയിൽ നിന്നും ഒരു സമൻസ് പപ്പു യാദവിനെ തേടി പുറപ്പെടുകയാണ്. എന്നാൽ ഇതറിഞ്ഞ പപ്പു യാദവ് ആകട്ടെ അബ്സ്കോണ്ടായി, അതായത് അയാൾ മുങ്ങി. അല്പ ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ CBI പപ്പു യാദവിനെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇത്തവണ കോടതി പരിഗണിച്ചത് CBIയുടെ റിപ്പോർട്ടുകളല്ല,
നേരെ മറിച്ച് ഈ കേസ് ആദ്യം അന്വേഷിച്ച ഹുസൈൻഗഞ്ച് പോലീസിന്റെ റിപ്പോർട്ടുകളാണ്. കോടതി അവനെതിരെ പോക്സോ ആക്ട് പ്രകാരം കിഡ്നാപ്പിംഗ്, ചൈൽഡ് അബ്യൂസ് അങ്ങനെ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. പിന്നെ ധാരാളം ട്രയലുകൾ നടന്നു. ഒരു വശത്ത് CBI ഇതൊരു ആത്മഹത്യയാണെന്ന് പറയുന്നു, മറുവശത്ത് കുട്ടികളുടെ മാതാപിതാക്കൾ അല്ല ഇതൊരു കൊലപാതകമാണെന്ന് പറയുന്നു. ഹൈക്കോടതി CBI സമർപ്പിച്ച ഫയലുകൾ പഠിച്ചു. പിന്നെ അവരെ നിശിതമായിട്ട് വിമർശിച്ചു. കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കേസിന്റെ വാദവും പ്രതിവാദങ്ങളും ഇന്നും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തിമ വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ പത്മയ്ക്കും ലല്ലിക്കും നീതി കിട്ടിയിട്ടില്ല എന്നർത്ഥം. മാത്രവുമല്ല, ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ കുറ്റവാളികളും അല്ലെങ്കിൽ കുറ്റാരോപിതരും ജാമ്യത്തിലിറങ്ങി സുഖമായിട്ട് നടക്കുകയാണ്. അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ് കുറ്റവാളികളെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ജൂൺ 2 ഐക്യരാഷ്ട്രസഭയിൽ വരെ ഈ കേസ് ചർച്ചാ വിഷയമായി. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു ദുരഭിമാന കൊലയാണ്. അതിനാണ് സാധ്യതകൾ കൂടുതലും. കുറ്റവാളികളായിട്ടുള്ള സകല ആൾക്കാരും യാദവ എന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരെ രക്ഷിക്കുവാനാണ് ഈ കളികളെല്ലാം നടന്നിട്ടുള്ളത്. അവരെ സംരക്ഷിക്കുവാനായിട്ട് വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു. മിഷിഗൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ 75,000 സ്ത്രീകളിൽ 2016 ഒരു സർവേ നടത്തി. ആ സർവേയിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. വീട്ടിൽ ശൗചാലയമുള്ള ആളുകൾ വളരെ കുറവാണ്. മിക്ക ആളുകളും വയലുകളിലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലോ പോയിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. അങ്ങനെ പോകുന്ന സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുവാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും 2 മടങ്ങ് കൂടുതലാണ്. അതുപോലെ 2012 ഗ്രാമപ്രദേശങ്ങളിൽ നടത്തിയ ഒരു സർവേയിൽ നിന്നും മനസ്സിലായത് ഇതാണ്. ശൗചാലയമില്ലാത്തതിന്റെ കാരണം മൂലം ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ പല പെൺകുട്ടികളും പഠനം നിർത്തുന്നു. രാജ്യത്തിന്റെ മുൻപോട്ടുള്ള പുരോഗതിക്ക് പോലും ഇതൊരു വലിയ തടസ്സമാണ്. കോടിക്കണക്കിന് സ്ത്രീകൾ ശൗചാലയമില്ലാത്തതുകൊണ്ട് തുറന്ന സ്ഥലങ്ങളിലാണ് പോകുന്നത്. നരേന്ദ്രമോദി ശുചിത്വ ഭാരത് മിഷൻ എന്ന ഈ പദ്ധതി അവതരിപ്പിച്ചതിന് പിന്നിൽ ക്ലീൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റ് മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് സ്ത്രീകളുടെ സുരക്ഷയും അതിന് പിന്നിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കണ്ട ഈ കേസ് നടന്ന അതേ വർഷം തന്നെയാണ് സ്വച്ഛ ഭാരത് മിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ അന്ന് 2 പെൺകുട്ടികൾക്കും എന്താണ് സംഭവിച്ചത്? സത്യം എവിടെയാണ് മറഞ്ഞു കിടക്കുന്നത്? 14ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികൾ രാത്രിയിൽ ഒരു കയറ് സംഘടിപ്പിച്ച് ഒരു മരത്തിൽ വലിഞ്ഞു കയറി വളരെ കൃത്യമായിട്ട് കുടുക്കിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് CBI പറയുന്നത് വിശ്വസിക്കുവാൻ കഴിയുമോ? എത്ര ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു ഡോക്ടറാണ്. എന്തുകൊണ്ടാണ് അവരുടെ കണ്ടെത്തലുകൾ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞത്? പോളിഗ്രാഫ് ടെസ്റ്റുകളിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ? ഈ കഥ അവസാനിക്കുമ്പോൾ ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചുമ്മാതാണ്, വെറും വാഗ്ദാനം മാത്രം. യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇന്ത്യയിൽ ദളിത് കൂട്ടക്കൊലകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ സമർത്ഥമായിട്ട് മറച്ചു വയ്ക്കപ്പെട്ടിട്ടുമുണ്ട്. അത്തരമൊരു കഥ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗൈർലാഞ്ചി കൂട്ടക്കൊല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. പക്ഷെ എന്ത് ചെയ്യുവാനാണ്, ആ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ല. എന്തായാലും ഗൈർലാഞ്ചി കൂട്ടക്കൊലയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയും അതുപോലെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഫോട്ടോകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് അതും പരിശോധിക്കാം. ഗൈർലാഞ്ചി മാസ്ക്രൂ വല്ലാത്തൊരു കഥയാണ്. ലേശം മനക്കെട്ടിയുള്ളവർ കാണേണ്ട ഒന്നുമാണ്. ഇത്രയുമാണ് ഇന്നത്തെ കഥ. മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം.